ഗുഡ് ഈവനിങ് ചേച്ചി. ഹലോ, ഗുഡ് ഈവനിങ് ടീച്ചർ. എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ അതെ? ആ, എക്സാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. മാർക്ക് വന്നോ? മാർക്ക് ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സിന് തന്നില്ല. ഇംഗ്ലീഷ്, കെമിസ്ട്രി, മാത്സ് കാണിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം നിങ്ങക്ക് ഓണത്തിന് മുമ്പായിട്ട് പരീക്ഷയില്ലേ? ഇല്ല, ഇനിയില്ല. ഇനി ഓണപരീക്ഷ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അതെപ്പോഴാ ഡേറ്റ് വന്നോ? 18-ാം തീയതി ഈ മാസം അല്ലേ? ആ. അർജുനോട് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന്? ക്ലാസ് കേരള പറയണമെന്ന്. ഹലോ, അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ കഴിഞ്ഞ ക്ലാസ്സിലല്ല, നേരത്തെ പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. ജെനറ്റിക്സിലാണോ ടീച്ചർ? ജെനറ്റിക്സിലെ അല്ല, നമ്മള് നേരത്തെ പഠിച്ച ആൻജിയോസ്പോമിന്റെ ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇതിൽ ആൻസറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മളാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ അത്? എന്തിനായിരുന്നു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്? ക്രോസ് പോളിനേഷൻ പോലെ ആ സാധനമായിരുന്നു. ആ, നമുക്ക് ആവശ്യമുള്ള ട്രേറ്റ്സിലുള്ള ചെടികളെ, ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ് ഉള്ള പേരൻസിനെ സെലക്ട് ചെയ്തിട്ട് അവര് തമ്മിൽ എന്ത് ചെയ്യും? പോളിനേഷൻ നടത്തി അങ്ങനെ ഒരു നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അല്ലെ? സോ അതിൽ നമ്മൾ സ്റ്റെപ്സ് പഠിച്ചു. അതിനകത്ത് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച സ്റ്റെപ്സിന്റെ ഓർഡർ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. സോ ഇത് കൊടുത്തിരിക്കുന്നത് എന്താ? റീബാഗിംഗ് ഉണ്ട്, സെലക്ഷൻ ഓഫ് പേരൻസ് ഉണ്ട്, ബാഗിംഗ്, ഡസ്റ്റിംഗ് ദ പോളൻ ഓൺ സ്റ്റിഗ്മ, ഇമാസ്കുലേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് പോളൻ ഫ്രം ദ മെയിൽ പേരന്റ്. ഇത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം വരുന്നത് ഏതായിരിക്കും? സെലക്ഷൻ ഓഫ് പേരൻസ്. ഉത്തരം അത് തന്നെ. ആദ്യം സെലക്ഷൻ ഓഫ് പേരൻസ് നോക്കണം. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോ എന്താ? ആദ്യത്തെ 3 എണ്ണത്തിലും ഓപ്ഷനിൽ ഫസ്റ്റ് സെലക്ഷൻ ഓഫ് പേരൻസ് തന്നെയല്ലേ കിടക്കുന്നത്. അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സെലക്ഷൻ ഓഫ് പേരൻസ് കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതെ, ഇമാക്കുലേഷൻ. സോ ഫസ്റ്റും ആദ്യത്തെ 2 പ്രോസസ് ഏതാന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 2-3 ഇവിടെ 2-5 ആൻഡ് ഇവിടെ 2-3. 2-5 വരുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ ആദ്യം എന്ത് നടക്കും? ആദ്യം സെലക്ഷൻ ഓഫ് പേരൻസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. രണ്ടാമതായിട്ട് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്തായിരുന്നു? എന്തോ വെച്ച് കവർ ചെയ്യുമല്ലോ. പൊള്ളന്റെ ബാഗ് വെച്ച് പൊള്ളൻ ആന്തറി വീഴാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യുന്നു. കവർ ചെയ്യുവല്ല, നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് പോളിനേഷൻ തടയണം അല്ലെ? സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആന്തറിനെ റിമൂവ് ചെയ്ത് കളയും. അതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുക. ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ആ ഫ്ലവറിൽ നിന്ന് സെൽഫ് പോളിനേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇമാസ്കുലേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് അതിനെ ബാഗ് ചെയ്ത് വെക്കണം. ബാഗ് ചെയ്യുന്നത് എന്തിനാ? ഇമാസ്കുലേഷൻ നടത്തിയത് സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട്. ബാഗിങ് ചെയ്യുന്നത് ബാക്കി വിൻഡ് വഴിയോ അങ്ങനെ ഉള്ള വേറെയുള്ള പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിനെ ഫെർട്ടിലൈസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഗിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ കവർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ്? കളക്ഷൻ ഓഫ് പോളൻ ഫ്രം ദ മെയിൽ പേരന്റ്. നമുക്ക് ഏത് പേരന്റിൽ നിന്നാണോ അതിന്റെ പോളൻ ഗ്രെയിൻസ് വേണ്ടത് അതിൽ നിന്ന് പോളനെ കളക്ട് ചെയ്ത് അടുത്തതായിട്ട് എന്ത് ചെയ്യും?
ഡസ്റ്റിംഗ് ഓഫ് ദ പോളൻ ഓൺ ദ സ്റ്റിഗ്മ. നമ്മുടെ ബാഗ് ചെയ്ത് വെച്ച ഫ്ലവറിലെ അതിന്റെ ബാഗ് റിമൂവ് ചെയ്ത് കളക്ട് ചെയ്ത പോളൻ ഗ്രെയിനിനെ ആ സ്റ്റിഗ്മയില് ഡസ്റ്റ് ചെയ്യും. സോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ റീബാഗിങ് കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവുക. ക്ലിയർ ആണോ ഇത്? ഇത് ഓക്കെ ചേച്ചി. ഈ സെയിം സാധനം ക്വസ്റ്റ്യനിൽ എക്സാമിന് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. അതാണ് കാരണം നമ്മൾ ഇത് പഠിച്ചപ്പോ ഇതിനകത്ത് 1-2 സ്റ്റെപ്പ് ഇല്ലായിരുന്നേ. നമ്മള് ബാഗിങ് റീബാഗിങ് അതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ആദ്യത്തെ ഈ സെലക്ഷൻ ഓഫ് പാരന്റ്സും മറ്റേതൊന്നും ഇല്ലായിരുന്നല്ലോ, അല്ലാണ്ടുള്ളതല്ലേ നമ്മൾ പഠിച്ചേ? അതെ, ടെക്സ്റ്റിൽ ഇത്രയും 6 സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ ഒന്നും കൂടെ പറഞ്ഞത് കേട്ടോ. പിന്നെ വേറെ ഒരെണ്ണം നമ്മൾ ടെസ്റ്റ് പഠിച്ചൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മള് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആട്ടോ. അതിനകത്ത് നമ്മളൊരു ബ്ലാസ്റ്റോസിസ്റ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? സൈഗോട്ട് എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ആരുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. പിന്നെ അതിനെന്താ ഡിവിഷൻ നടന്ന് മോറിലെ ആവും, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റിലെ ആവും, ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അതിനകത്ത് ആ ബ്ലാസ്റ്റോസിസ്റ്റിന് 3 പാർട്സ് ഉണ്ടായിരുന്നു. ട്രോപ്പോബ്ലാസ്റ്റ്, ബ്ലാസ്റ്റോസീല്, ഇന്നർ സെൽ മാസ്. അത് എന്തൊക്കെയായിട്ട് മാറുന്നുള്ള കാര്യം കൂടി ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. സോ അതിനകത്ത് ട്രോപ്പോബ്ലാസ്റ്റ് എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ബോഡി ഓഫ് ദ അങ്ങനെ ഉണ്ടല്ലേ, ബോഡി ഓഫ് ദി ഫീറ്റസ്. ബോഡിയാണോ ട്രോപ്പോബ്ലാസ്റ്റ്? ആ ഫിഗർ ഞാൻ കാണിക്കാം. ട്രോപ്പോബ്ലാസ്റ്റ് എന്തോ അത് ഇന്നർ സെൽ മാസ് അല്ലേ? പ്ലാസെന്റ. എന്തോ ഇന്നർ സെൽ മാസ് അല്ലേ ബോഡി ആയിട്ട് മാറുന്നേ? ഇന്നർ സെൽ മാസ് ബോഡി ആയിട്ട് മാറും. ട്രോപ്പോബ്ലാസ്റ്റ് എന്തായിട്ട് മാറും? പ്ലാസെന്റ ആയിട്ട് മാറും. തിരിഞ്ഞു പോയതാണോ പറഞ്ഞപ്പോ? തിരിഞ്ഞു പോയതാ. ഓക്കെ. സോ ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോയുടെ ബോഡി ആയിട്ട് ഒരു ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്നത്. ട്രോപ്പോബ്ലാസ്റ്റ് ആണ് പ്ലാസെന്റ ഫോം ചെയ്യുന്നത്. പിന്നെ ഇന്നർ സെൽ മാസ് എന്ന് പറയുന്ന ഇന്റതും ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഇടയ്ക്കായിട്ട് ഒരു ബ്ലാസ്റ്റോസീൽ ക്യാവിറ്റി ഉണ്ടല്ലേ. സോ ആ ക്യാവിറ്റി എന്താ, അതിനകത്തായിരിക്കും ആ ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ ഫില്ല് ചെയ്ത് കിടക്കുന്ന പാർട്ടായിട്ട് മാറുന്നത്. സോ ഇതാണ് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ. ഈ ബ്ലൂ കളറിലുള്ള സെൽസ് ആണ് ബേബിയുടെ ബോഡി ഫോം ചെയ്യുന്നത്. ഈ ബോർഡറിൽ കാണുന്ന സെൽസ് എന്തായിട്ട് മാറും? പ്ലാസെന്റ ആയിട്ട് മാറും. ആൻഡ് ഈ നടുക്കത്തെ പാർട്ട് എന്താവും? അത് ബ്ലാസ്റ്റോസീൽ ക്യാവിറ്റി അല്ലെങ്കിൽ എംപ്റ്റി സ്പേസ്, അത് ഫ്ലൂയിഡ് ഫിൽഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ അത്? ബാക്കിയൊക്കെ മിക്കതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ ചേച്ചി? പ്ലാസെന്റയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എന്തോ പ്ലാസെന്റയുടെ ഫംഗ്ഷൻ പ്ലാസെന്റയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബേബിയും മദറും തമ്മിലുള്ള ഒരു ന്യൂട്രിയൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും ബേബിയിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗൻ ആയിട്ടാണ് പ്ലാസെന്റ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബേബിയിലെ കുറച്ച് സെൽസും ഉണ്ടാവും, അതുപോലെ തന്നെ മദറിലെ കുറച്ച് സെൽസും കൂടി ഒരുമിച്ചാണ് പ്ലാസെന്റ ഫോം ചെയ്യുന്നത്. അത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? പ്ലാസെന്റയുടെ ഫംഗ്ഷൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഈ അംബിളിക്കൽ കോഡോ? എന്തോ മറ്റേ അംബിളിക്കൽ കോഡില്ല, മറ്റേ പൊക്കിൾ കൂടിയോ അങ്ങനെയല്ലേ? അംബിളിക്കൽ കോഡ് എന്ന് വെച്ചാല് പ്ലാസെന്റയിൽ നിന്ന് ബേബി ആയിട്ട് ഡയറക്റ്റ് ഉള്ള ഒരു കണക്ഷൻ അല്ലേ, ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. അതിന്റെയും ഫംഗ്ഷൻ ഇത് തന്നെയാ. ആ അംബിളിക്കൽ കോഡ് വഴിയാണ് പ്ലാസെന്റയിലേക്ക് ബാക്കി ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കുക. എന്ത് ചെയ്യും? ബേബിക്ക് ഓക്സിജനും ന്യൂട്രിയൻസും മദറിൽ നിന്ന് പ്ലാസെന്റ വഴിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബേബിയിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതും പ്ലാസെന്റ വഴിയാണ് കേട്ടോ. കഴിഞ്ഞ നമുക്ക് ആ സുവോളജിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ സെയിം സാധനം. അംബിളിക്കൽ കോഡാണോ പ്ലാസെന്റ ആണോ എന്ന് ചോദിച്ചു. എല്ലാവരും പ്ലാസെന്റ എഴുതി, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. മദറും ഫീറ്റസും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഓർഗൻ അല്ലേ? പ്ലാസെന്റ എന്ന് പറഞ്ഞാലും മതി. ഞാൻ അംബിളിക്കൽ കോഡ് എന്ന് പറഞ്ഞു, എന്നിട്ട് എനിക്ക് പുള്ളി വാർക്കുന്നില്ല. അംബിളിക്കൽ കോഡിനേക്കാളും കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാസെന്റ എന്നുള്ളതല്ലേ? അങ്ങനെയാണോ? കാരണം
ഈ പ്ലാസന്റെ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓർഗൻ. ഈ അംബ്ലിക്കൽ കോഡ് ജസ്റ്റ് ഒരു ട്യൂബിലേക്ക് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ ഫീറ്റസും പ്ലാസന്റെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫങ്ഷൻസ് ഒക്കെ ഉള്ളത് പ്ലാസന്റൊക്കെ, നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രൻസ് ഓക്സിജൻ കൊടുക്കുന്നതും ഒക്കെ. അംബ്ലിക്കൽ കോഡ് എന്ന് വെച്ചാൽ നേരിട്ട് ബേബി ആയിട്ട് എന്താ ഈ ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ള അങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് അംബ്ലിക്കൽ കോഡ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് പ്ലാസന്റ. പ്ലാസന്റ ഇസ് ദ ഓർഗൻ ദാറ്റ് കണക്ട് എ മാമേലിയൻ മദർ ടു ഇറ്റ്സ് ഫീറ്റസ്. മാറിപ്പോയല്ലേ, സാറില്ല. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ജനറ്റിക് ആൻഡ് അഭിഷേക്, നമ്മള് ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെയാണോ വന്നത്? വേറെ ഡയറക്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ആകെ ചോദിച്ചത് മറ്റേ ഈ ഫീമെയിൽസില് ഡോട്ടേഴ്സ് മാത്രം ഉണ്ടാവുമ്പോ ഇത് ഫീമെയിലിനെ മാത്രം ബ്ലെയിം ചെയ്യണ എന്തുകൊണ്ടാണ് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതാൻ? അത് ചോദിച്ചായിരുന്നല്ലേ. എന്താ പറഞ്ഞേ? എന്നിട്ട് ആൻസർ ആയിട്ട് എന്താ എഴുതിയത്? ഞാൻ പറഞ്ഞു മറ്റേ XX അല്ല XY ഫാദർ ഡിറ്റർമൈൻ എന്നൊക്കെ പറഞ്ഞു എഴുതി. കറക്റ്റ്, അത് തന്നെയാ. കാരണം ഫീമെയിൽസിലെല്ലാം X ക്രോമസോമാ, അതുകൊണ്ട് ഒരേപോലത്തെ ക്രോമസോം തന്നെയാ. പക്ഷെ മെയിൽസിലാണ് 2 ടൈപ്പ് ഓഫ് ക്രോമസോം ഉള്ളത് അല്ലേ? കറക്റ്റ് കേട്ടോ. ഓക്കെ, സ്ക്രീൻ പോയല്ലേ? ഇപ്പൊ കണക്ഷൻ പോയതാ. അർജുൻ എക്സാം ഇല്ലായിരുന്നോ? എനിക്ക് അടുത്ത ബുധനാഴ്ച. ഓക്കെ ഓക്കെ ഓക്കെ. സ്ക്രീൻ ഇതുവരെ വന്നില്ലേ? ഒരു മിനിറ്റ്. ഇത് ശരിയാവായിരിക്കും. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു? നമ്മള് 2 ലോ പഠിച്ചായിരുന്നു അല്ലേ? മെന്റലിന്റെ ലോ ഓഫ് ഡോമിനൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മോണോഹൈബ്രിഡ്, ശരിയായി. പിന്നെ മോണോഹൈബ്രിഡ് ക്രോസിന്റെ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് പറഞ്ഞു, ലോ ഓഫ് സെഗ്രിഗേഷനും പറഞ്ഞു. പിന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മൊത്തവും ആവാതെ ഒരു മീഡിയം കളറിൽ നിൽക്കണേ, ഒരു ഹാഫ് ഡോമിനൻസ് കാണിക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി റിസസീവ് ആണെന്നും പറയാൻ പറ്റില്ല. ഒരു ഇന്റർമീഡിയറ്റ് ഇടയ്ക്കുള്ള സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടീഷനാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അവിടെ ഫിനോട്ടിക് റേഷ്യോയും ജീനോട്ടിക് റേഷ്യോ നമ്മൾ പറഞ്ഞല്ലേ, രണ്ടും എന്താ സെയിം, 1:2:1. അതായത് ഒരു റെഡ് ഫ്ലവറും 2 പിങ്ക് ഫ്ലവറും 1 വൈറ്റ് ഫ്ലവറും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കോഡോമിനൻസ് ആയിരുന്നല്ലേ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. സോ കോഡോമിനൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസി പറഞ്ഞത് എന്തായിരുന്നു? അവിടെ 2 ക്യാരക്ടേഴ്സും ചെറുതായിട്ട് കാണിക്കും. രണ്ടും എന്താ ഡോമിനന്റ് ആണോ റിസീവ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഇനിയുള്ളത് കോഡോമിനൻസ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 അലീൽസിന് ഒരുമിച്ച് ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ ഇന്റർമിക്സിങ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടറും അല്ല കാണിക്കുന്നത്, 2ന്റെ ക്യാരക്ടറും കാണിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഹ്യൂമനിലെ ബ്ലഡ് ഗ്രൂപ്പിംഗ്. മനുഷ്യര് നമ്മൾ ഹ്യൂമൻസിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന പേരാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. അത് കണ്ടുപിടിച്ചത് കാർൽ ലാൻഡ്സ്റ്റീനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അത് നമുക്ക് നോക്കണ്ട. സോ കോഡോമിനൻസ്. സോ ഈ ബ്ലഡ് ഗ്രൂപ്പിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം, അതായത് ABO എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മുടെ ബ്ലഡിൽ കുറച്ച് പ്രത്യേകതരം സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. അതില് 3 ടൈപ്പാണ് ഉള്ളത് അലീൽസ്. ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്നാമത്തത് A ഉണ്ട്, പിന്നെ B ഉണ്ട്, ആൻഡ് അടുത്തത് ഒരു
റിസസീവ് അലീൽ, അതിനെ സ്മോൾ ലെറ്റർ ഐ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. സോ എയുടെ അലീലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ ഐയും അതിന്റെ മേളിലായിട്ട് അല്ലെങ്കിൽ അതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ എയും കൂടെ എഴുതുന്നതാണ് എയുടെ അലീൽ. നമ്മൾ നേരത്തെ ടോളിന് ക്യാപിറ്റൽ ടി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എയുടെ അലീലാണ് ക്യാപിറ്റൽ ലെറ്റർ ഐയും സ്മോൾ ലെറ്റർ എയും. അതുപോലെ ബിയുടെ അലീൽ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ലെറ്റർ ഐയും സ്മോൾ ലെറ്റർ ബി അതിന്റെ ക്യാപിറ്റൽ ലെറ്റർ ബി അതിന്റെ മുകളിലായിട്ട് എഴുതും. ആൻഡ് മൂന്നാമത്തെ അലീലാണ് ഐ. ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അവിടെ കോഡോമിനൻസ് മാത്രമല്ല, അവിടെ വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലെല്ലാം എന്താ, 2 അലീല് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ ടോൾ ആണെങ്കിൽ 2 ക്യാരക്ടേഴ്സ്, ടോളും ഉണ്ടാവും ഡ്വാഫും ഉണ്ടാവും. ഇപ്പൊ ഫ്ലവർ കളർ ആണെങ്കിലോ വയലറ്റും ഉണ്ടാവും വൈറ്റും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്താ റെഡ് വൈറ്റ് പിങ്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കാര്യം പറഞ്ഞെങ്കിലും അവിടെ അലീൽസ് ഏതൊക്കെയുള്ളൂ? അവിടെ ഒരു ക്യാപിറ്റൽ ആറും ഒരു സ്മോൾ ആറും മാത്രമേ ഉള്ളൂ അലീൽസ് ആയിട്ട്. പക്ഷെ ഇവിടെ എന്താ പറ്റി? ഇവിടെ 3 അലീൽസ് വന്നല്ലേ. ഈ 3 അലീൽസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് പറയുന്ന ഒരു പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. മൾട്ടിപ്പിൾ അലീലിസം അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 2-ലധികം അലീൽസ് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. സോ ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ 3 അലീൽസ് ഉണ്ട് അല്ലെ, അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടിപ്പിൾ അലീലിസത്തിന്റെയും എക്സാമ്പിൾ ആണ്. ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. മൾട്ടിപ്പിൾ അലീലിസം എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2-ലധികം അലീൽസ് ആയിരിക്കും. കാരണം 2-ലധികം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ 3 ഉണ്ട് അല്ലെ, 1 2 3 3 അലീൽസ് ആണ് ഉള്ളത്. പക്ഷേ വേറെ ഈ സ്കിൻ കളർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ അലീൽസിന്റെ എണ്ണം കൂടും. അതുകൊണ്ടാണ് മോർ ദാൻ 2 എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. സോ മൾട്ടിപ്പിൾ അലീലിസം എന്ന് വെച്ചാൽ there are more than 2 alleles which control the same character. ഒരേ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2-ലധികം അലീൽസ് ഉണ്ടായിരിക്കും. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മൾ പറഞ്ഞ കോഡോമിനൻസിന്റെ കാര്യം, കോഡോമിനൻസിനകത്തുള്ള അലീൽസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇതിൽ എങ്ങനെയാ ഇതിന്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും വരുന്നത്? ഇതിൽ ഈ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ ഐ എ എന്ന് പറയുന്നതിന് അത് ഒറ്റയ്ക്ക് നിൽക്കാം. അതായത് 2 ക്യാപിറ്റൽ ലെറ്റർ ഐ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ലെറ്റർ ഐയുടെ കൂടെ ഒരു സ്മോൾ ലെറ്റർ ഐയുമായിട്ട് നിൽക്കാം. ഈ ഇവിടെ നോക്കിയേ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാ, ഇവിടെ 2 ഒരേപോലത്തെ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഐയും അതിന്റെ കൂടെ തന്നെ ഒരു സ്മോൾ ലെറ്റർ ഐയുമായിട്ടും നിൽക്കുന്നുണ്ട്. സോ ഇവിടെ ഐ എന്തായിരുന്നു? റിസസീവ് ആയിരുന്നു, അതായത് അത് എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ഇതിൽ നമുക്ക് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ ഗ്രൂപ്പ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ബി എങ്ങനെയായിരുന്നു? ബിക്ക് 2 ബിയുടെ അലീൽസ് ഒരുമിച്ച് നിൽക്കാനും പറ്റും, അല്ലെങ്കിൽ ഒരു റിസസീവ് ആയിട്ടുള്ള ഐയുടെ കൂടെ നിൽക്കാനും പറ്റും. അങ്ങനെ 2 കണ്ടീഷനിലും വരുന്നത് ഏതാ? ബി ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. പിന്നെ ഇനി ഒരു എയും ഒരു ബിയും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ? അങ്ങനെയും പോസിബിൾ ആണ്. കാരണം എന്താ? കോഡോമിനൻസ് 2 എണ്ണത്തിന് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കോഡോമിനൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോഴാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുക. സോ എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ഒരു എയുടെ അലീലും ഉണ്ടാവും, ഒരു ബിയുടെ അലീലും ഉണ്ടാവും. അത് 2 ഒരുമിച്ച് കാണുന്ന കണ്ടീഷൻ, 2നെ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷനാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്നത്. പിന്നെ അവസാനമായിട്ടുള്ള എന്താ? റിസസീവ് ആയിട്ടുള്ള ഐ. അതായത് റിസസീവ് ആയിട്ടുള്ള ഐ മാത്രമാണ് നമുക്ക് ആ ബ്ലഡിലുള്ളതെങ്കിലോ അങ്ങനെ വരുന്ന സമയത്താണ് ഒ ഗ്രൂപ്പ് ഉണ്ടാവുക. ഒ ഗ്രൂപ്പിൽ എന്തില്ല? 2 ആന്റിജൻസും ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഒ. ഈ എയും ബി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഇത് എവിടെയാ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡില് RBC റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലെ, അതെന്താ ഒരു ബൈകോൺകേവ് ഷേപ്പാ, ഒരു സർക്കിളിന്റെ അകത്തുനിന്ന് 2 കുഴിവുള്ള ഒരു ഷേപ്പാണ് RBCയുടെ ഷേപ്പ്. ഈ RBCയുടെ സർഫസില് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരെന്താ? അതിന്റെ ആന്റിജൻ എന്ന് പറയാം. സോ ഈ ആന്റിജൻ ആണ് ഈ എയും ബി എന്നൊക്കെ പറയുന്നത്. ചിലപ്പോ എന്തായിരിക്കും, ഒരെണ്ണത്തിൽ ഇപ്പൊ എ മാത്രമായിരിക്കും കാണുക, അല്ലെങ്കിൽ ബി മാത്രമായിരിക്കും കാണുക, അല്ലെങ്കിൽ 2 ഒരുമിച്ച് എ ബി ആയിട്ടും കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇത് 2 ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻ ആയിരുന്നു ഒ ബ്ലഡ് ഗ്രൂപ്പ്. സോ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലിന്റെ സർഫസിലുള്ള ആന്റിജനെ അനുസരിച്ചാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. So the plasma membrane of the red blood
blood cell has sugar polymers that protrude from its surface and the kind of sugar is controlled by the gene. ഈ RBCയുടെ പുറത്ത് നമ്മൾ പറഞ്ഞു ഓരോ ആന്റിജൻ ഉണ്ട്. അത് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താ? ഒരു ഈ ജീൻസിലുള്ള ടൈപ്പ് അനുസരിച്ചാണ് ഏത് ഷുഗർ വേണം അല്ലെങ്കിൽ ഏത് ആന്റിജൻ വേണം ആ സർഫസിൽ ഫോം ചെയ്യാനെന്ന് തീരുമാനിക്കുന്നത്. സോ ജനറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വഴിയാണ് RBCയുടെ സർഫസിൽ ആന്റിജൻസ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ 3 അലീൽസ് ആണുള്ളത്, IA, IB ആൻഡ് സ്മോൾ ലെറ്റർ I. അതിൽ IA, IB ആരായിരുന്നു? ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരുന്നു അല്ലെങ്കിൽ ഡോമിനന്റ് ഫോം ആയിരുന്നു. ആൻഡ് സ്മോൾ I എന്താ? അതിന് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അല്ലെങ്കിൽ റിസസീവ് ആയിട്ടുള്ള ആളാണ് സ്മോൾ ലെറ്റർ I. പിന്നെ ഹ്യൂമൻസിൽ ഒരു പെയർ ഓഫ് ക്രോമസോംസ്, ഒരു സെറ്റ് ക്രോമസോംസ് കിട്ടുന്നത് മദറിൽ നിന്നും മറ്റൊരു സെറ്റ് കിട്ടുന്നത് ഫാദറിൽ നിന്നും. അപ്പോ ഇത് രണ്ട് സെറ്റിലും എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള അലീൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വെറൈറ്റി ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവാനായിട്ടുള്ള കാരണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മൾ ഈ ടേബിളിൽ പറഞ്ഞ കാര്യം തന്നെ, സ്മോൾ ഐയുടെ കൂടെ ആര് വന്നാലും ആ ഡോമിനന്റ് ആയിട്ടുള്ള ആളുടെ ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. ആൻഡ് രണ്ട് ഡോമിനന്റ് ക്യാരക്ടേഴ്സിന് ഇവിടെ എന്ത് പറ്റും? ഇവിടെ ഒരുമിച്ച് വരാൻ സാധിക്കും, ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യും. അവിടെ എന്ത് പറ്റും? നമ്മൾ നേരത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞപ്പോ അവിടെ റെഡും വൈറ്റും കൂടെ മിക്സ് ആയി വരുന്ന സമയത്ത് പിങ്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരുന്നു വന്നത്. ഇവിടെ എന്താ? ഇവിടെ എയും ബിയും ഒരുമിച്ച് വന്നാൽ എന്തായിട്ടേ മാറുള്ളൂ? രണ്ടും ഒരുമിച്ച് തന്നെ എ ആയിട്ടും ബി ആയിട്ടും തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഫിഗർ ഞാൻ നോക്കട്ടെ കേട്ടോ. ഫിഗർ ഞാൻ കിട്ടുവാണെങ്കിൽ അയച്ചേക്കാവേ. ഈ ആന്റിജൻസും സർഫസിലുള്ളതിന്റെ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോ എന്താ, ഐ എയും ഇല്ല ഐ ബിയും ഇല്ല. അത് രണ്ട് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അലീൽസും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്മോൾ ഐ കണ്ടീഷൻ ആയിരിക്കും. അതായത് അതിന്റെ സർഫസിൽ എന്തുണ്ടാവില്ല? ആന്റിജൻസ് ഒന്നും ഉണ്ടാവുകയില്ല. സോ ബ്ലഡ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാ, ഈ അലീൽസിന് അനുസരിച്ചാണ് ബ്ലഡ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാല്, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവര് പേരൻസിന്റെ അലീൽസ് അല്ലെങ്കിൽ പേരൻസിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ചിലപ്പോ പറയും. എന്നിട്ട് ചൈൽഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു പേരന്റിന്റെയും ഒരു ചൈൽഡിന്റെയും തന്നിട്ട് മറ്റേ പേരന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ, അവർ ചിലപ്പോ എ എന്ന് മാത്രമേ പറയുള്ളായിരിക്കും. അതായത് എ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ഒന്നല്ലെങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് ക്യാപിറ്റൽ എ എന്ന് പറയാം കേട്ടോ. ശരിക്കും ക്യാപിറ്റൽ I A ആണേ. സോ ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ A ആകാം, അല്ലെങ്കിൽ എന്താ ക്യാപിറ്റൽ A സ്മോൾ ഐയും ആകാം. ഈ രണ്ട് കണ്ടീഷൻ ആണ് എ എന്ന് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എ എന്ന് മാത്രം പറഞ്ഞാലും വരാം. അതുപോലെ തന്നെ ബി എന്ന് മാത്രം പറഞ്ഞാലും എന്താ, അവിടെയും രണ്ട് ചാൻസസ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ ബി മാത്രം വരാം, അല്ലെങ്കിൽ എന്താ ഒരു ക്യാപിറ്റൽ ബിയും ഒരു റിസീവ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ ഐയും കൂടി ഒരുമിച്ച് വന്നാലും അത് ബി ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രണ്ട് കണ്ടീഷൻസേ ഉള്ളൂ. ഒന്ന് എ ബിയിൽ എന്തായാലും ഒരാൾ എയും ആയിരിക്കണം, ഒരാൾ ബിയും ആയിരിക്കണം. എന്നാലും മാത്രമേ ഓസ്പ്രിങ്ങിന് AB ബ്ലഡ് ഗ്രൂപ്പ് വരുള്ളൂ. സോ AB ബ്ലഡ് ഗ്രൂപ്പിന് നമുക്ക് എന്താ, ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഒരു പേരന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചൈൽഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മറ്റേ പേരന്റ്, അടുത്ത പേരന്റ് ബി ഗ്രൂപ്പ് ആണ്, പക്ഷെ അത് ക്യാപിറ്റൽ ബി ആണോ അതോ ക്യാപിറ്റൽ ബി സ്മോൾ ഐ ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ O ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ എന്താ, അവിടെ സ്മോൾ ലെറ്റർ ഐ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതിനെ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം കേട്ടോ, അന്നേരം കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് വരുന്ന അലീൽസ് ഏതൊക്കെയാന്ന് നന്നായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ? ഇതാണ് കോഡോമിനൻസ്. പിന്നെ പറഞ്ഞത് മൾട്ടിപ്പിൾ അലീസം അല്ലെ, രണ്ടിലധികം അലീൽസ് ഒരേ ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയുന്ന ടേം ആയിരുന്നു മൾട്ടിപ്പിൾ അലീസം. പിന്നെ ഒരു കാര്യം വേണ്ടിയുള്ള, ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓൺലി 2 alleles can be present. So multiple alleles can be found only when population studies are made. സോ എന്താ, നമുക്കറിയാം ഒരു ജീനിൽ എന്താ ഉണ്ടാവുള്ളൂ? ഒരു ജീനിൽ എപ്പോഴും 2 അലീൽസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഈ 2 അലീൽസിൽ വരാവുന്നതിന്റെ ഓപ്ഷനിലായിരിക്കും നമ്പർ വ്യത്യാസം വരുന്നത്. അല്ലാതെ അലീൽസിന്റെ ഒരു ജീനിൽ എപ്പോഴും 2 അലീൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ അലീൽസ് എത്രയും അധികം വരുമ്പോഴാണ്, 2-ലധികം വരുമ്പോഴാണ് മൾട്ടിപ്പിൾ അലീസം വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താ മൾട്ടിപ്പിൾ അലീസത്തിന്റെ
സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഒരാളിൽ വെച്ച് നമുക്കത് പറയാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സ്റ്റഡീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ അലീസം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ വേറെ കാര്യമാണ് ഒക്കേഷണലി എ സിംഗിൾ ജീൻ മേ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ എഫക്ട്. അതായത് ചില ജീൻസിന് എന്താ, ചില ജീൻസിന് ഒന്നിലധികം എഫക്ട്, അതായത് ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താ, പീ സീഡ്സിലെ സ്റ്റാർച്ച് സിന്തസിസ്, അത് ഒരു ജീൻ മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് 2 അലീൽസ് ഉള്ളത് ഏതൊക്കെയാ, ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും. സോ പീ സീഡ്സിൽ, അതായത് പയറ് ചെടിയിലെ സ്റ്റാർച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 അലീൽസ് ആണ് ഉള്ളത്. ക്യാപിറ്റൽ ബിയും ഉണ്ട്, സ്മോൾ ബിയും ഉണ്ട്. പിന്നെ ഹോമോസൈഗസ് കണ്ടീഷൻ, ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ, അതായത് എന്താ, ക്യാപിറ്റൽ ബി വരുന്ന കണ്ടീഷനിൽ സ്റ്റാർച്ച് എന്ത് പറ്റും, എഫക്റ്റീവ്ലി സിന്തസൈസ് ചെയ്യും, അതായത് നല്ല ഈസിലി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്മോൾ ബി വരുന്ന കണ്ടീഷൻ ആണെങ്കിലോ അവിടെ എഫിഷ്യൻസി കുറവായിരിക്കും. അതായത് സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും ക്യാപിറ്റൽ ബിയുടെ അത്രയും എന്താ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ബി സീഡ്സ് എന്തായിരിക്കും, റൗണ്ട് ആയിരിക്കും. സ്മോൾ ബി സീഡ്സ് റിങ്കിൾഡും ആയിരിക്കും. പിന്നെ വേറെ അപ്പൊ നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള ഡോമിനന്റ് കണ്ടീഷൻ, ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷനും പറഞ്ഞു, ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനും പറഞ്ഞു. ഇതിന്റെ നടുക്കൊരു കണ്ടീഷൻ ഇല്ലേ, ഹെട്രോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ. ആ കണ്ടീഷനിലുള്ള സീഡ് എങ്ങനെയായിരിക്കും, അവര് റൗണ്ട് സീഡ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ബി എന്ന് പറയുന്നത് എന്താ, ഡോമിനന്റ് ആയിട്ടുള്ള അലീൽ ആയതുകൊണ്ട്. പക്ഷെ അതിലുള്ള സ്റ്റാർച്ചിന്റെ ഗ്രെയിൻസ് എന്തായിരിക്കും, അത് ഇന്റർമീഡിയറ്റ് ആയിരിക്കും. സോ ഇത്രേ ഉള്ളൂ. സ്റ്റാർച്ചിന്റെ ഗ്രെയിൻസ് വളരെ ലാർജ് ആണെങ്കിൽ അത് ഹോമോസൈഗസ് ഡോമിനന്റ് ആയിരിക്കും. പിന്നെ ഇന്റർമീഡിയറ്റ് സൈസ് ആണെങ്കിലോ അത് ഹെട്രോസൈഗസ് ഡോമിനന്റ് ആയിരിക്കും. ആൻഡ് സ്മോൾ സൈസിലാണെങ്കിൽ അത് ഹോമോസൈഗസ് റിസസീവും ആയിരിക്കും. അതേസമയം എഫിഷ്യൻസി ഓഫ് സ്റ്റാർച്ച് പ്രൊഡക്ഷൻ, അതായത് സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതിന്റെ എഫിഷ്യൻസി ഇതുപോലെ തന്നെയായിരിക്കും വ്യത്യാസം വരിക. ഹോമോസൈഗസ് ഡോമിനന്റിൽ വളരെ എഫിഷ്യന്റ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഹെട്രോസൈഗസ് ഡോമിനന്റിലും എന്താ എഫിഷ്യന്റ് ആയിരിക്കും. പക്ഷെ എന്താ, സ്റ്റാർച്ചിന്റെ ഗ്രെയിനിന്റെ സൈസ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സൈസ് ആയിരിക്കും, അതായത് ഇടയ്ക്കുള്ള ഒരു ടൈപ്പ് ഓഫ് സൈസിലായിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഹോമോസൈഗസ് റിസസീവില് റിങ്കിൾഡ് സീഡ്സും ആയിരിക്കും, അതിന്റെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ അത്ര എഫക്റ്റീവ് ആയിരിക്കുകയും ഇല്ല. സോ ഇങ്ങനെ ഒരു ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കാര്യമായിരിക്കും മനസ്സിലാവുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ക്യാപിറ്റൽ ബി സ്മോൾ ബിയുടെ അകത്തും എന്ത് ചെയ്തേനെ, വളരെ ലാർജ് ആയിട്ടുള്ള ചാർജ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്തേനെ. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ നടുക്കുള്ള അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുന്ന ആരായിരുന്നു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു അല്ലെ. സോ പീ പ്ലാന്റ്സിലെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ എന്താ, ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് കൺക്ലൂഷൻ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, ഡോമിനൻസ് ഈസ് നോട്ട് ആൻ ഓട്ടോണമസ് ഫീച്ചർ ഓഫ് എ ജീൻ ഓർ the product that it has information for. It depends as much on the gene product and the production of a particular phenotype from this product as it does on the particular phenotype that we choose to examine. In case more than one phenotype is influenced by the same gene. അതായത് ഒരു ഫീനോടൈപ്പിനെ തന്നെ, അതായത് ഫീനോടൈപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത്, ക്യാരക്ടർ ആണോ അതോ അതിന്റെ അലീലാണോ ഫീനോടൈപ്പ്? ക്യാരക്ടർ. യെസ്, ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ ക്യാരക്ടർ. സോ ഇവർ പറയുന്ന ഇത്രേ ഉള്ളൂ, ഒരു ജീനിന് തന്നെ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റും. മോർ ദാൻ വൺ ഫീനോടൈപ്പ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സെയിം ജീൻ. ഒരേ ജീനിന് ചിലപ്പോൾ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. സോ അത്രയാണ് നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ. അതിനകത്ത് മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് നമുക്ക് 2 ലോസ് പഠിക്കാനുണ്ട്. എന്തൊക്കെയാ, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. പിന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും എല്ലാം പഠിച്ചത് മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ്. മോണോ ഹൈബ്രിഡ് ക്രോസ് എല്ലാവർക്കും ക്ലിയർ ആണോ?
മോണോ ഹൈബ്രിഡ് പ്രോസസ്. ഹലോ ചേച്ചി നമ്മൾ ഇത്ര പഠിച്ചില്ലേ മോണോ ഹൈബ്രിഡ് പ്രോസസ്സ്? അതോ മറ്റേ എന്തോ അല്ല ഈ മോണോ ഹൈബ്രിഡ് ആ പ്രോസസ്സ് എത്ര പഠിച്ചത്? ആ മോണോ ഹൈബ്രിഡ് പ്രോസസ്സ് ആ ഇവിടം വരെ ഇവിടെ വരെയെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഇതിലൊക്കെ എന്താ ഒരൊറ്റ ജീനിന്റെ 2 അലീൽസിനെ കുറിച്ചല്ലേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെയാണെങ്കിൽ എന്താ കളർന്നുള്ള ഒരു ക്യാരക്ടർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ബാക്കിയുള്ളതിലൊക്കെ എന്താ ഓരോ ക്യാരക്ടർ ടോൾനെസ് ആണെങ്കിൽ ടോളും ഡ്വാഫും മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരേ സമയത്ത്. അതുകൊണ്ടാണ് അതിന് മോണോ ഹൈബ്രിഡ് ഒരൊറ്റ ക്യാരക്ടർ മാത്രം വെച്ച് ചെയ്യുന്ന ക്രോസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാനുള്ള സംഭവത്തിനകത്ത് എന്താ 2 ക്യാരക്ടേഴ്സ് നമ്മൾ ഒരേ സമയം എടുക്കും. അതായത് ഒരു പ്ലാന്റ് ഇപ്പം ടോൾനെസ്സും വേണം, അതിന്റെ സീഡ്സ് നമുക്ക് നല്ല റൗണ്ട് സീഡ്സും വേണമെങ്കിൽ അതിന്റെ രണ്ടിനെ ഒരുമിച്ചെടുത്ത് നമ്മൾ ക്രോസ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് എന്താ ഒരു ഗ്യാമേറ്റിന്റെ നമ്മൾ ഗ്യാമേറ്റ് ഫോർമേഷൻ നോക്കുന്ന സമയത്ത് അവിടെ 2 ക്യാരക്ടേഴ്സിന്റെയും ഗ്യാമേറ്റ് എടുത്തായിരിക്കും ക്രോസ് ചെയ്യുക. അതാണ് മോണോ ഹൈബ്രിഡും ഡൈ ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 2 ലോസും ഈ മെന്റൽ കണ്ടുപിടിച്ചത് മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്ത് മാത്രം. പക്ഷെ ഇനി പഠിക്കാനുള്ള ഒരു ലോ ഉണ്ട്. അത് കണ്ടുപിടിച്ചത് എങ്ങനെയാ? അത് ഈ ഡൈ ഹൈബ്രിഡ് ക്രോസിലൂടെയാണ് അടുത്ത ലോ കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മളിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് 3 ലോയാണല്ലേ ഉള്ളത്. അപ്പൊ ഈ 2 എന്ത് ചെയ്തു? മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റി. മൂന്നാമത്തെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് പഠിക്കണം? ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നും കൂടെ പഠിക്കണം. അതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ്. 2 ജീൻസിനെ ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഇതാണ് അതിന്റെ ഫിഗർ. നമ്മൾ നേരത്തെ പഠിച്ച ഫിഗർ പോലെയല്ല. ഇവിടെ വളരെ വ്യത്യാസം ഉണ്ടല്ലേ. റിസൾട്ട് ആണെങ്കിലും എണ്ണം കൂടുതലൊക്കെ ഉണ്ട്. അതിന് കാരണം ഇവിടെ 2 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് എടുക്കുന്നത് കൊണ്ടാണ്. ആദ്യം നമുക്ക് എന്താ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താന്ന് പറഞ്ഞിട്ട് പോവാം. സോ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ എന്ത് ചെയ്യും? 2 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് എടുക്കും. ഇവിടെ കണ്ടോ, ഇവിടെ സീഡിന്റെ റൗണ്ട്നെസ്സും എടുത്തിട്ടുണ്ട്, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ കളറും എടുത്തിട്ടുണ്ട്. ഇതെന്താ? ഈ സീഡ് ഡോമിനന്റ് റൗണ്ട് ആയിട്ടുള്ള സീഡാണ്, അതുപോലെ തന്നെ യെല്ലോ കളറാണ്. ഇവിടെ എന്താ? ഇത് രണ്ടും റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. റിങ്കിൾഡും ആണ് ഗ്രീനും ആണ്. നമ്മൾ ആ ടേബിൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഫ്ലവർ കളറിലെ ഡോമിനന്റ് എന്തായിരുന്നു? വൈറ്റ് ആണോ വയലറ്റ് ആണോ? വയലറ്റ്. യെസ്, വയലറ്റ് ആയിരുന്നു ഡോമിനന്റ്. ഓക്കെ, ഈ ടേബിളിനകത്ത്. സോ ഇതിനകത്ത് സീഡ് ഷേപ്പ് കണ്ടോ? റൗണ്ടും യെല്ലോയും ഡോമിനന്റ് ആയിരിക്കും, റിങ്കിൾഡും ഗ്രീനും റിസസീവും ആയിരിക്കും. സോ ആ 2 എക്സ്ട്രീം ക്യാരക്ടേഴ്സിനെ എടുത്തിട്ടാണ് അവർ ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്യുന്നത്. അതായത് ഡൈ ഹൈബ്രിഡ് ക്രോസിലെ പേരൻസിന് ഒരാൾ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കും, ഒരാൾ റിസീവ് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കും. അതാണ് ഇവിടെ ആദ്യം തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഗ്യാമെറ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? 2 ഡോമിനന്റ് അല്ലേ, അപ്പൊ 2 എന്ത് ചെയ്യും? ഓരോന്ന് വീതം ഒരുമിച്ചായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഇതൊരു ഈ ഷേപ്പിന്റെ ജീൻ എന്ന് പറയുന്നത് ഒരു ജീനിനകത്ത് തന്നെ എന്താ, ഇത് ഇപ്പം 2 ഡോമിനന്റ് ആയതുകൊണ്ടാണ് എന്താ ഒരേപോലത്തെ 2 അലീലുണ്ട്. അതുപോലെ തന്നെ കളറിന്റെ യെല്ലോ ആൻഡ് ഗ്രീനിന്റെ അതിനകത്തും എങ്ങനെയാ ഒരേ പോലുള്ള 2 അലീൽസ് ആണ് ഉള്ളത്. ഒരേ പോലുള്ള 2 അലീൽസ് ഉണ്ട്. സോ ഇതിൽ നിന്ന് 2ൽ നിന്നും അടുത്ത ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പം ഏതെടുത്താലും എന്താ ക്യാപിറ്റൽ ആർ തന്നെയായിരിക്കും. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? റൗണ്ട് യെല്ലോ വെച്ചാണ് പറയുന്നത്. ഇതിനകത്ത് ഏതെടുത്താലും ക്യാപിറ്റൽ ആർ തന്നെയായിരിക്കും. ആൻഡ് ഈ യെല്ലോ എടുത്താൽ എങ്ങനെയാ? അതിനകത്ത് 2 ക്യാപിറ്റൽ വൈ ആണുള്ളത്. അപ്പൊ അതിൽ നിന്ന് എന്ത് തന്നെ വരുള്ളൂ? നമുക്ക് ഒരു ക്യാപിറ്റൽ വൈ മാത്രമേ വരുള്ളൂ. ആൻഡ് ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും അടുത്ത ജനറേഷനിലേക്ക് പോവുക. നമ്മൾ നേരത്തെ പഠിച്ചപ്പോ എങ്ങനെയായിരുന്നു? അവിടെ ടോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ റെഡ് ആണെങ്കിൽ എന്താ ക്യാപിറ്റൽ ആർ നമുക്ക് കിട്ടി, അത് കഴിഞ്ഞ് അടുത്ത പ്ലാന്റിൽ നിന്ന് സ്മോൾ ആർ കിട്ടി. ഇവിടെ എന്ന് വെച്ചാൽ അവിടെ 2 ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് 2ന്റെയും ഗ്യാമേറ്റ്സ് ഒരുമിച്ചായിരിക്കും അടുത്ത ജനറേഷനിലേക്ക് എടുക്കുന്നത്. സോ ഈ റൗണ്ട് യെല്ലോ എന്നുള്ള പേരന്റിൽ നിന്ന് ഫോം ചെയ്യുന്ന ഗ്യാമേറ്റ് എങ്ങനെയായിരിക്കും? ഒരു ആറും ഉണ്ടായിരിക്കും, ഒരു ക്യാപിറ്റൽ വൈയും ഉണ്ടായിരിക്കും. സോ ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ ആണ് ഫസ്റ്റ് പേരന്റിൽ നിന്നുണ്ടാവുന്ന ഗ്യാമേറ്റ്, ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ. അതുപോലെ തന്നെ സെക്കൻഡ് പേരന്റിൽ എങ്ങനെയായിരിക്കും? അവിടെ 2 സ്മോൾ ആർ, 2 റിസീവ് ആയിട്ടുള്ള റിങ്കിൾഡും ഉണ്ട്, 2 റിസീവ് ആയിട്ടുള്ള ഗ്രീൻ കളറും ഉണ്ട്. അപ്പൊ 2 ഒരേ ഗ്യാമേറ്റ് ആയതുകൊണ്ട് എന്താ നമുക്ക് അത് ഒരു പ്രാവശ്യം എടുത്താൽ മതി. അതുകൊണ്ട് ഒരു സ്മോൾ ആറും വരും, ഒരു സ്മോൾ വൈയും വരും. ഇത് ശരിക്കും എങ്ങനെയാന്ന് വെച്ചാല്
ഒന്നല്ലെങ്കിൽ നമുക്ക് എന്താ ആറിന്റെ ഈ ഗ്യാമേറ്റ്, കാരണം ഗ്യാമേറ്റ് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഇന്നതിലേക്ക് പോകണമെന്നൊന്നും ഇല്ല. അത് എങ്ങനെ സെഗ്രിഗേറ്റ് ആവുന്നു അതനുസരിച്ചായിരിക്കും അടുത്ത ഗ്യാമേറ്റിലേക്ക് ആ അലീൽസ് പോകുന്നത്. സോ ഇവിടെ ഇപ്പൊ ക്യാപിറ്റൽ ആറിന്റെ കൂടെ ഒന്നല്ലെങ്കിൽ ഈ വൈ ആയിരിക്കും പോരുന്നത്, അല്ലെങ്കിൽ ഇപ്പുറത്തെ വൈ ആയിരിക്കും പോരുന്നത്. നമുക്ക് രണ്ടും ഒന്നായതുകൊണ്ട് എന്താ ഒരു പ്രാവശ്യം പറഞ്ഞു മതി. ഇനി താഴത്തേക്ക് വരുമ്പോ അവിടെ എന്താ, അവിടെ ഗ്യാമേറ്റ് ഹെട്രോസൈഗസ് കണ്ടീഷനില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഗ്യാമേറ്റ്സിന്റെ എണ്ണത്തിലും വ്യത്യാസം വരും. ഇവിടെ ഹോമോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട്, ഹോമോസൈഗസ് ഡോമിനന്റും ഹോമോസൈഗസ് റിസീവ് ആയതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു ഗ്യാമേറ്റ് മാത്രം കിട്ടിയത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഗ്യാമേറ്റ് ഫോം ചെയ്തു പേരൻസിന്ന് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, അത് സെൽഫിങ് അല്ല ഫ്യൂഷൻ നടക്കും. അത് ഫെർട്ടിലൈസ് ചെയ്ത് ഇതിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്, ഇവിടെ നിന്ന് ഒരു സ്മോൾ ആർ ഉണ്ട്. പിന്നെ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരേ കാര്യത്തിന്റെ, അതായത് ഇപ്പൊ റൗണ്ട്നെസ് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിന്റെ ജീൻസ് അലീൽസ് എപ്പോഴും ഒരുമിച്ച് എഴുതണം. അതായത് ക്യാപിറ്റൽ ആറിന്റെ അടുത്ത് വേണം ഈ സ്മോൾ ആർ എഴുതാൻ. ഇത് രണ്ടും രണ്ടായതുകൊണ്ട് എന്താ ആർ വൈ അതായത് ക്യാപിറ്റൽ വൈ സ്മോൾ ആർ എന്ന് എഴുതാൻ പാടില്ല. ക്യാപിറ്റൽ ആർ കഴിഞ്ഞാൽ അതിന്റെ അതേ സെയിം അലീൽ തന്നെ വേണം അതിന്റെ അടുത്ത് എഴുതാൻ. സോ ക്യാപിറ്റൽ ആർ കഴിഞ്ഞ് സ്മോൾ ആർ വരും ആൻഡ് ക്യാപിറ്റൽ വൈ കഴിഞ്ഞ് സ്മോൾ വൈ വരും. അതായത് ഒരേ ക്യാരക്ടറിന്റെ അലീൽസ് എപ്പോഴും അടുത്തടുത്ത് എഴുതണം എന്നാണ് നമ്മുടെ റൂൾ. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ വന്നു. ഇതെന്തായിരിക്കും, F1 ജനറേഷൻ എന്ത് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്? ഡോമിനന്റിന്റെ ക്യാരക്ടർ കാണിക്കുവോ അതോ റിസസീവിന്റെ ക്യാരക്ടർ കാണിക്കുവോ? ഡോമിനന്റ് അല്ലേ? ഡോമിനന്റ് കറക്റ്റ്. ഡോമിനന്റ് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. നമ്മള് ലോ ഓഫ് ഡോമിനൻസി പറഞ്ഞല്ലേ, ഏതാണോ ഡോമിനന്റ് അതിന്റെ ക്യാരക്ടർ ആയിരിക്കും F1 ജനറേഷനിൽ കാണിക്കുന്നത്. സോ ഇവിടെ ഫോം ചെയ്യുന്നതും ഫസ്റ്റ് പേരന്റിനെ പോലെ തന്നെയുള്ള റൗണ്ട് ആൻഡ് യെല്ലോ തന്നെയായിരിക്കും. ഇവിടെ ഫീനോടൈപ്പ് എന്താ, ഫീനോടൈപ്പ് പേരന്റുമായിട്ട് സെയിം ആണെങ്കിലും ജീനോടൈപ്പ് ഡിഫറെന്റ്. എന്തുകൊണ്ടാ ജീനോടൈപ്പ് ഡിഫറെന്റ് ആയത്? മേളിലെ പേരന്റ്സ് രണ്ടുപേരും ഹോമോസൈഗസ് ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് F1 ജനറേഷൻ ഉള്ളത്. ഒരു ക്യാപിറ്റൽ ആറും ഉണ്ട്, ഒരു സ്മോൾ ആറും ഉണ്ട്, ഒരു ക്യാപിറ്റൽ വൈയും ഉണ്ട്, ഒരു സ്മോൾ വൈയും ഉണ്ട്. എന്നാൽ അത് കാണിക്കുന്ന ഫീനോടൈപ്പ് പേരന്റിന്റെ ക്യാരക്ടർ തന്നെയായിരിക്കും. ഇതാണ് F1 ജനറേഷൻ. പിന്നെ F2 ജനറേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, F1നെ സെൽഫ് ചെയ്യും. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈനെ ഇതേ പ്ലാന്റ് കൊണ്ട് തന്നെ നമ്മൾ സെൽഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് F2 ജനറേഷൻ കിട്ടും. ആൻഡ് അവിടെ ഫോം ചെയ്യുന്ന ഗ്യാമേറ്റ്സിന്റെ കാര്യമാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. സോ ഇവിടുന്ന് ഏതൊക്കെ ഗ്യാമേറ്റ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്? ഇത് നമ്മുടെ F1 ജനറേഷന്റെ ജീനോടൈപ്പ്. ആൻഡ് ഇതേ സെയിം ജീനോടൈപ്പ് ഉള്ള ആളുമായിട്ടല്ലേ സെൽഫ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ തന്നെയായിരിക്കും രണ്ട് പേരൻസിന്റെയും ജീനോടൈപ്പ്. പിന്നെ ഇതിൽ നിന്ന് ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് നമുക്ക് അറിയാനുള്ളത്. സോ ആദ്യം നമുക്ക് ഏതാ, ഇതിനകത്ത് 4 ഗ്യാമേറ്റ് ഉണ്ടല്ലേ, അതിൽ നിന്ന് ഓരോന്നായിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ആദ്യം എന്ത് വരും, ആദ്യം ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരെണ്ണം വരും. അതായത് ഇവിടെ ഒന്നല്ലെങ്കിൽ എന്ത് വരാം, ക്യാപിറ്റൽ ആർ വരാം ഈ ഫസ്റ്റ് പേരന്റിൽ നിന്ന്, അല്ലെങ്കിൽ ആര് വരാം, സ്മോൾ ആറും വരാം. പിന്നെ ഈ ക്യാപിറ്റൽ ആറിന് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ വൈയുടെ കൂടെ ഒരുമിച്ച് ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഈ ആറിന് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ആറിനും സ്മോൾ വൈക്കും കൂടി ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജീനില് ഒറ്റ ഗ്യാമേറ്റിന്റെ ജീനിൽ എത്ര അലീൽസ് ഉണ്ടാവാൻ പാടുള്ളൂ, 2 അലീൽസേ ഉണ്ടാവാൻ പാടുള്ളൂ. നിങ്ങൾ മാത്സില് +1 ഈ കോമ്പിനേഷൻ ഒക്കെ പഠിച്ചത്, അത് +2 പഠിക്കാൻ വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ പറയത്തില്ല ഞാൻ പെയർ ആക്കുന്ന കാര്യങ്ങളൊക്കെ. ഏകദേശം അതുപോലെയുള്ള കാര്യം തന്നെ ഇവിടെ നടക്കുന്നത്. അതായത് ക്യാപിറ്റൽ ആറിന് ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ വൈയുടെ കൂടെ പെയർ ചെയ്ത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ ആറിന് സ്മോൾ വൈയുടെ കൂടെയും പെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഒരേ ക്യാരക്ടറിന്റെ 2 അലീൽസ് ഒരുമിച്ച് വരാൻ പാടില്ല. അതായത് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഒരുമിച്ച് വരാൻ പാടില്ല. അല്ലാണ്ട് 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിന്റെ അലീൽസ് ഒരുമിച്ച് വരാനായിട്ട് പറ്റും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം.
സോ അപ്പൊ നമ്മള് ക്യാപിറ്റൽ ആറിന്റെ കാര്യം പറഞ്ഞു അല്ലെ, ക്യാപിറ്റൽ വൈയുടെ കൂടെയും വരാം സ്മോൾ വൈയുടെ കൂടെയും വരാം. അടുത്ത ആരാണുള്ളത്? സ്മോൾ ആർ ഉണ്ട്. അതിനും എന്ത് തന്നെ ചെയ്യാൻ പറ്റും? ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ വൈയുടെ കൂടെ ഒരു ഗ്യാമേറ്റ് ആയിട്ട് വരാം, സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്മോൾ ആറിന് സ്മോൾ വൈയുടെ കൂടെ തന്നെയും വരാനായിട്ട് ഗ്യാമേറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. സോ സ്മോൾ ആർ ആൻഡ് സ്മോൾ വൈ, ഇങ്ങനെയാണ് 4 ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? ഇത് എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഓർത്താൽ മതി, ഒരേ ലെറ്റേഴ്സ് ഒരുമിച്ച് വരാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി ഗ്യാമേറ്റ്സിൽ. അതായത് 2 ഡിഫറെന്റ് ലെറ്റേഴ്സ് വേണം ഒരുമിച്ച് വരാൻ. അതൊന്നല്ലെങ്കിൽ ഡോമിനന്റ് ആവാം അല്ലെങ്കിൽ റിസസീവ് ആവാം, അത് കുഴപ്പമില്ല. പക്ഷെ 2 ഒരേ ലെറ്റർ, അതായത് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ ഒന്നും ഒരുമിച്ച് വരാൻ പാടില്ല. എപ്പോഴും രണ്ടെണ്ണം വീതം വേണം, ഡിഫറെന്റ് ആയിട്ടുള്ളത് വേണം വരാൻ. അപ്പൊ നമ്മള് F2 ജനറേഷനിലേക്ക് വരുന്ന ഗ്യാമേറ്റ്സിന്റെ കാര്യം കണ്ടു. അപ്പൊ ഓപ്പോസിറ്റ് രണ്ടാമത്തെ പേരിലും എന്താ, ഇതേ സെയിം ഗ്യാമേറ്റ്സ് തന്നെയായിരിക്കും ഫോം ചെയ്യുക. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആൻഡ് സ്മോൾ ആർ സ്മോൾ വൈ. ഇത് തന്നെയായിരിക്കും അടുത്ത പേരന്റിലും ഫോം ചെയ്യുന്നത്. കാരണം ഇത് രണ്ടും എന്താ, ഒരേ ജീനോടൈപ്പ് ആയതുകൊണ്ടാണ് ഒരേ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് നടക്കും? ഇവിടെ ക്രോസിങ് നടക്കും അല്ലെ, സെൽഫിങ് നടക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഈ ഗ്യാമേറ്റ് ആണെങ്കിൽ എന്താ, ഈ ഗ്യാമേറ്റും ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള 2 ക്യാപിറ്റൽ ആറും 2 ക്യാപിറ്റൽ വൈയും ഉള്ള കണ്ടീഷനിൽ നമുക്ക് ഒരു പ്ലാന്റിനെ കിട്ടും. അതെന്തായിരിക്കും? അത് ആദ്യത്തെ പേരന്റിലെ നമ്മുടെ ഫസ്റ്റ് പേരന്റിന്റെ സെയിം ജീനോടൈപ്പ് ആയിരിക്കും അതിനകത്ത് ഒരെണ്ണത്തിന് ഉണ്ടാവുന്നത്. പിന്നെ രണ്ടാമതാണെങ്കിലോ, രണ്ടാമത്തെ ഗ്യാമേറ്റും ഈ ഗ്യാമേറ്റ് തമ്മിലുള്ള ഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ, ഞാൻ വേറൊരു ഫിഗർ കാണിക്കും കേട്ടോ, ഇത് ഭയങ്കര കൺഫ്യൂഷൻ. ഓക്കെ, ഈ സെയിം കാര്യങ്ങൾ തന്നെയാ, ഈ ഫിഗർ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ. സോ ആദ്യം നമ്മൾ പറഞ്ഞു പേരന്റിന്റെ ഫസ്റ്റ് പേരന്റിന്റെ സെയിം ക്യാരക്ടറുകൾ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. രണ്ടാമത് എങ്ങനെയാ, ഈ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആറിന്റെ കൂടെ ഏത് വേണേലും ഫ്യൂസ് ചെയ്യാം, സ്മോൾ വൈ ആൻഡ് ക്യാപിറ്റൽ ആർ വേണമെങ്കിലും ഫ്യൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് പേരന്റിൽ നിന്നുള്ള ഗ്യാമേറ്റും ആയിട്ട് സെക്കൻഡ് പേരന്റിലെ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഫ്യൂസ് ചെയ്യാം. കാരണം നമ്മൾ പറയുന്നത് എന്താ, പോസിബിലിറ്റിയാണ് നോക്കുന്നത്, അല്ലാതെ ഇത് തന്നെ ഫോം ചെയ്യുന്നല്ല. ഈ 9 എണ്ണത്തിൽ ഏതെങ്കിലും 9 അല്ല 16, ഈ 16 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഫോം ചെയ്യുന്നത്. നമ്മളൊരു പോസിബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. സോ ഈ ഒരു ഗ്യാമേറ്റിൽ നിന്നാണെങ്കിൽ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ ആയിട്ട് ഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ സ്മോൾ വൈ ക്യാപിറ്റൽ ആറുമായിട്ട് ഫ്യൂസ് ചെയ്യാം. അന്നേരം എന്ത് പറ്റും, അവിടെ 2 ഡോമിനന്റ് ആർ ഉണ്ട്, റൗണ്ട് കളർ തന്നെയായിരിക്കും ആൻഡ് ഓൾസോ ഹെട്രോസൈഗസ് ആയിരിക്കും അതിന്റെ ആർ ഷേപ്പ് ആട്ടോ. ക്യാപിറ്റൽ ആർ അതിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ യെല്ലോ കളർ ആയിരിക്കും, കാരണം ക്യാപിറ്റൽ വൈ ഉണ്ട് അല്ലെ, ഡോമിനന്റ് ആയിട്ടുള്ള വൈ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ വൈ ആറിന്റെ കൂടെ തന്നെ ഏത് വരാം, ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആറിന്റെ കൂടെ തന്നെ ക്യാപിറ്റൽ വൈ സ്മോൾ ആറും വരാം. അങ്ങനെ വരാണെങ്കിലോ നമുക്ക് യെല്ലോ കളർ ആയിരിക്കും കിട്ടുന്നത് ആൻഡ് ഓൾസോ റൗണ്ട് ഷേപ്പ് തന്നെയായിരിക്കും കിട്ടുന്നത്. ആൻഡ് അടുത്തതായിട്ട് ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആറിന്റെ കൂടെ സ്മോൾ വൈ സ്മോൾ ആറും വരും. അന്നേരം എന്താ, ഡോമിനന്റ് ആയിട്ടുള്ള ഉള്ളത് കാരണം നമുക്ക് റൗണ്ട് ആൻഡ് യെല്ലോ കളർ സീഡ് തന്നെയായിരിക്കും കിട്ടുക. സോ ഇതിന് പ്രത്യേകത എന്താ, ഈ 2 എണ്ണം, അതായത് 2 അലയിലും ഒരു ഡോമിനന്റ് ആയിട്ട് വരുന്ന ഗ്യാമേറ്റിൽ നിന്ന് ഫോം ചെയ്യുന്നതെല്ലാം പേരന്റിനെ പോലെ തന്നെ ഉള്ളതായിരിക്കും. ഇവിടെ നോക്കിക്കേ, എല്ലാം യെല്ലോയും ആണ് റൗണ്ടും ആണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ. അതായത് പേരന്റിലെ ജനറേഷനും F1 ജനറേഷന്റെയും ഫീനോടൈപ്പ് പോലെ, ജീനോടൈപ്പ് അല്ല ഫീനോടൈപ്പ്, അതിനെ പുറത്തുനിന്ന് കാണാൻ ഒരുപോലെ ഇരിക്കും, പക്ഷെ അതിന്റെ അകത്തുള്ള അലീൽസ് എങ്ങനെയാ, വ്യത്യാസമുള്ളതായിരിക്കും അല്ലെ. ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആയിരിക്കാം, പക്ഷെ കാണിക്കുന്ന ക്യാരക്ടർ എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ നമുക്കിത് ബാക്കി ക്രോസും കൂടെ നോക്കാം. സോ അടുത്ത ഗ്യാമേറ്റ് ഏതായിരുന്നു, അടുത്തതായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞത് സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ. സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈക്ക് എന്ത് പോസിബിലിറ്റി ഉണ്ട്, ഇതിനകത്തെ ഇതിനകത്ത് ഏത് ഗ്യാമേറ്റുമായിട്ട് വേണമെങ്കിലും ഫ്യൂസ് ചെയ്യാം. സോ സ്മോൾ ലെറ്റർ ആർ ആൻഡ് ക്യാപിറ്റൽ വൈക്ക് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ആയിട്ട് ഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ സ്മോൾ ആർ സ്മോൾ വൈ ആയിട്ട് തന്നെ ഫ്യൂസ് ചെയ്യാം, ഓർ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആയിട്ട് ഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ആർ സ്മോൾ വൈ ആയിട്ടും ഫ്യൂസ് ചെയ്യാം.
ഇതെന്ന് വെച്ചാൽ ഗ്യാമീറ്റ് പഠിച്ചിരിക്കുവാണെങ്കിൽ നമുക്കത് എന്താ, നമുക്ക് പെട്ടെന്ന് അതിന്റെ ഉത്തരം ഇത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ ഇത് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ അകത്തുള്ള കാര്യം കമന്റ് പഠിക്കണ്ട. ഈ പുറത്തുള്ള ഗ്യാമേറ്റ്സ് ഏതാന്ന് മാത്രം കമന്റ് പഠിച്ചാൽ മതി. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ, ആദ്യത്തേത് നമ്മൾ പറഞ്ഞു പേരന്റിന്റെ F1 ജനറേഷനെ പോലെ തന്നെ ആയിരിക്കും ഫീനോടൈപ്പ്. അകത്ത് ജീനോടൈപ്പിനകത്ത് ഒരു റിസസീവും ഒരു ഡോമിനന്റും ഇതായിരിക്കും കാണുന്നത്. ആൻഡ് രണ്ടാമത്തതിൽ ഒരു ചേഞ്ച് ഉണ്ടല്ലേ. കാരണം എന്താ, ഇവിടെ സ്മോൾ ലെറ്റർ വൈ ആൻഡ് ഇവിടെയും എന്താ സ്മോൾ ലെറ്റർ വൈ തന്നെയാണ്. രണ്ട് സ്മോൾ ലെറ്റർ വൈ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ എന്തായിരിക്കും? യെല്ലോ ആയിരിക്കുമോ ഗ്രീൻ ആയിരിക്കുമോ? ഗ്രീൻ. യെസ്, ഗ്രീൻ കളർ ആയിരിക്കും. കാരണം രണ്ടും എന്താ റിസസീവ് ആയി പോയല്ലേ. പക്ഷെ റൗണ്ട് ഷേപ്പ് ആയിരിക്കും, പക്ഷെ ഗ്രീൻ കളർ ആയിരിക്കും ആ സീഡിന് ഉണ്ടാവുക. ആൻഡ് സെക്കൻഡ് വൺ എന്തായിരുന്നു, അവിടെ ഒരു ക്യാപിറ്റൽ വൈയും ഒരു സ്മോൾ വൈയും, ഒരു ക്യാപിറ്റൽ ആറും ഒരു സ്മോൾ ആറും. അങ്ങനെ വരുന്ന സമയത്ത് യെല്ലോ റൗണ്ട് തന്നെയായിരിക്കും വരാം. ആൻഡ് അടുത്തതിൽ എങ്ങനെയാ, അടുത്തതിലും രണ്ട് സ്മോൾ ലെറ്റർ വൈ ഉണ്ട്, ഒരു ഡോമിനന്റ് ആറും ഒരു റിസസീവ് ആറും ഉണ്ട്. അതുകൊണ്ട് റൗണ്ട് ആയിരിക്കും, പക്ഷെ അത് ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് തേർഡ് സെറ്റ് എങ്ങനെയായിരിക്കും, ഒരു ക്യാപിറ്റൽ വൈയും ഒരു സ്മോൾ ആറും. ആൻഡ് അതിനും ഇതേപോലുള്ള 4 ഗ്യാമേറ്റിൽ ഏത് വേണമായിട്ട് ഫ്യൂസ് ചെയ്യാലോ. സോ അങ്ങനെ രണ്ട് യെല്ലോ റൗണ്ടും രണ്ട് യെല്ലോ റിങ്കിൾഡും ആയിരിക്കും ഉണ്ടാവും. ഇവിടെ എന്താ, ഇവിടെ രണ്ട് സ്മോൾ ആർ, അങ്ങനെ രണ്ട് സ്മോൾ ആർ വന്നതുകൊണ്ടാണ് ഇവിടെ റിങ്കിൾഡ് ആയി പോയത്. കാരണം എന്താ, അതൊരു റിസസീവ് ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ രണ്ട് യെല്ലോ റിങ്കിൾഡ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ആൻഡ് അടുത്തത് എന്തായിരുന്നു, അവിടെ ഒരു ഡോമിനന്റ് വൈയും ഒരു ഡോമിനന്റ് ആറും ഉണ്ട്, ഒരു റിസീവ് വൈയും ഒരു റിസീവ് ആറും ഉണ്ട്. അവിടെ എന്തായിരിക്കും, അവിടെ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും, യെല്ലോ റൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വണ്ണിൽ എങ്ങനെയാ, അവിടെ രണ്ട് സ്മോൾ ലെറ്റർ വൈ ആയിപ്പോയി. അതുകൊണ്ട് അവിടെ ഗ്രീൻ കണ്ടീഷൻ റിസീവ് കണ്ടീഷൻ ആയിരിക്കും, പക്ഷെ റൗണ്ട് ഷേപ്പ് തന്നെയായിരിക്കും. കാരണം എന്താ, ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട്. ആൻഡ് തേർഡ് വൺ എങ്ങനെയായിരിക്കും, അവിടെ സ്മോൾ വൈയും ക്യാപിറ്റൽ വൈയും വരുന്നതുകൊണ്ട് എന്ത് വരും, യെല്ലോ കളർ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ സ്മോൾ ആറേ ഉള്ളൂ ആൻഡ് ഇവിടെയും സ്മോൾ ആറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ രണ്ടിടത്തും സ്മോൾ ആർ റിസീവ് കണ്ടീഷൻ ആയതുകൊണ്ട് റിങ്കിൾഡ് ആയിട്ടുള്ള യെല്ലോ സീഡ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റ്ലി എങ്ങനെയാ, ഇവിടെയും സ്മോൾ ലെറ്റർ ആയിരിക്കും, എല്ലാം റിസീവ് ആൻഡ് ഇവിടെയും എല്ലാം റിസീവ്. അതുകൊണ്ട് എങ്ങനെയാ, ഈ കിട്ടുന്ന സീഡിന്റെ കണ്ടീഷനും റിസീവ് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട പേരന്റ്സിനെ പോലെ ഇരിക്കും. സോ ഇതിനി ടേബിൾ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്യാമേറ്റ് ഏതാന്ന് അറിയുവാണെങ്കിൽ നമുക്ക് തന്നെ ഇത് എഴുതാൻ പറ്റില്ലേ, തന്നെ എഴുതാനും പറ്റും, അതിന്റെ ഫീനോടൈപ്പ് ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. ആൻഡ് ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു പ്രാവശ്യം, അതായത് 16 പ്ലാന്റ്സിൽ ഒരെണ്ണത്തിന് മാത്രമായിരിക്കും പേരന്റിന്റെ അതേ, അതായത് സെലക്ട് ചെയ്ത പേരന്റിന്റെ അതേ ജീനോടൈപ്പ് ഉണ്ടാവുക. ഫീനോടൈപ്പ് സെയിം വരാം, അതായത് ക്യാരക്ടർ സെയിം വരാം, പക്ഷെ അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ അലീൽസ് സെയിം ആയിട്ട് വരുന്നത് ഓരോന്ന് വീതേ ഉള്ളൂ. അതായത് കണ്ടോ, നമ്മുടെ ഫസ്റ്റ് സെൽ ഏതാ, ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. അത് തന്നെയല്ലേ നമ്മുടെ ഫസ്റ്റ് പേരന്റും, ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. അതുപോലെ തന്നെ സെക്കൻഡ് പേരന്റ് ആയിട്ടുള്ള സ്മോൾ വൈ സ്മോൾ വൈ സ്മോൾ ആർ ആണ് നമുക്ക് അവസാനം കിട്ടിയത്. സോ പേരന്റ്സിന്റെ അതേ ജീനോടൈപ്പ് ഉള്ളവർ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഫീനോടൈപ്പ് എങ്ങനെ വരാം, ഫീനോടൈപ്പ് മൾട്ടിപ്പിൾ ടൈംസ് വരാം അല്ലെ. കാരണം എന്താ, ഇതെല്ലാം യെല്ലോ റൗണ്ട് ആണ്, ഈ ഒരു റീജിയനിലെ ഫുള്ള് യെല്ലോ റൗണ്ട് ആണ്. ഇവിടെ രണ്ട് യെല്ലോ റൗണ്ട് ഉണ്ട് അല്ലെ. സോ ഇതിന്റെ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് വെച്ചാൽ അതിന്റെ ക്യാരക്ടർ വെച്ചുള്ള റേഷ്യോ എങ്ങനെയാ, റൗണ്ട് യെല്ലോ 9 റൗണ്ട് യെല്ലോ ഉണ്ട്. 1 2 3 4 5 6 7 and 8 9 9 തന്നെ എന്താ റൗണ്ട് കളറാണ്, യെല്ലോ റൗണ്ട് ഷേപ്പും യെല്ലോ കളറും ഉള്ളതുണ്ട് അല്ലെ. ആൻഡ് അടുത്തത് എങ്ങനെയാ, റൗണ്ട് ഗ്രീൻ. കാരണം നമ്മള് ഒരു ഡോമിനന്റ് ക്യാരക്ടറും ഒരു റിസീവ് ക്യാരക്ടറും കൂടെ മിക്സ് ആയിട്ട് വന്നവരെയാ നോക്കുന്നത്. സോ റൗണ്ട് ഷേപ്പ് ആണ്, പക്ഷെ ഗ്രീൻ കളർ റിസീവ് ആയിട്ടുള്ള കളർ ആയിപ്പോയി. അങ്ങനെയുള്ള എത്ര പേരുണ്ട്, അങ്ങനെയുള്ള 3 പേരുണ്ട് അല്ലെ, റൗണ്ട് ഗ്രീൻ. അപ്പൊ അതിന്റെ ഫിനോടിപ്പിക് റേഷ്യോ വരുന്നത് 3 നമ്പേഴ്സ്. ആൻഡ് അടുത്തത് റിങ്കിൾഡ് ആണ്, പക്ഷെ യെല്ലോ കളർ തന്നെയാണ്. സോ അവിടെ എന്താ, അവിടെ ഒരു ഡോമിനന്റ് ക്യാരക്ടറും ഒരു റിസീവ് ക്യാരക്ടറും ആ ഉള്ളത്. സോ ഡോമിനന്റ് ആൻഡ് റിസീവ് മിക്സ് ആയിട്ട് വരുന്നത് രണ്ടിന്റെ റേഷ്യോ എത്രയാണ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, രണ്ടിനും 3 തന്നെയാ വന്നിട്ടുള്ളത്. സോ ലാസ്റ്റ് വൺ എങ്ങനെയാ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റിങ്കിൾഡ് ഗ്രീൻ, അതായത് രണ്ട് ക്യാരക്ടേഴ്സും റിസീവ് ആയിട്ടുള്ള ഒരാള് മാത്രമേ ഉള്ളൂ. സോ രണ്ട് ക്യാരക്ടേഴ്സും ഡോമിനന്റ് ആയിട്ടുള്ള 9 പേരുണ്ട്, ഒരു ക്യാരക്ടർ ഡോമിനന്റും ഒരു ക്യാരക്ടർ റിസീവ് ആയിട്ടുള്ള, അങ്ങനെ വരുന്നത് 2 ടൈംസിലും എത്രയാ, യെല്ലോ ആൻഡ് റിങ്കിൾഡ് വരുന്നതും 3 തന്നെയാണ്, റൗണ്ട് ആൻഡ്
റൗണ്ട് ഗ്രീൻ വരുന്നതും 3 തന്നെയാണ്. പിന്നെ 2 ക്യാരക്ടേഴ്സും റിസീവ് ആയിട്ട് വരുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 ആയിട്ടാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ ഡൈഹൈബ്രിഡ് ക്രോസ്? കൺഫ്യൂഷൻ ഉണ്ടോ? കുഴപ്പമില്ല, ഇത് അത്യാവശ്യം വിഷയമില്ല. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആ ഗ്യാമേറ്റ് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കി തന്നെ എഴുതാം. അല്ലാതെ ഈ ബോക്സിലുള്ളതൊന്നും കാണാണ്ട് പഠിക്കേണ്ടത് കേട്ടോ. ഈ ഗ്യാമേറ്റ് മാത്രം കാണാണ്ട് പഠിച്ചിട്ട് നമുക്ക് തന്നെ എഴുതി നോക്കിയാൽ മതി. പിന്നെ അതിന്റെ ക്യാരക്ടർ എന്താന്ന് നമുക്ക് പറയാനും പറ്റണം. ഇപ്പൊ എന്താ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോ ആണെന്ന് നമുക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്ന് പറയുന്നത് റൗണ്ട് ഗ്രീൻ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അതിന്റെ ആൻസർ എന്താ കാണാണ്ട് പഠിക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റും, കിട്ടും. ഇത് എന്താന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഡയറക്റ്റ് ചോദിക്കുന്നത്. ജസ്റ്റ് മോണോ ഹൈബ്രിഡ് ക്രോസ് എഴുതാൻ പറയും, അതുപോലെ തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസും എഴുതാൻ പറയും. 5 മാർക്കിനൊക്കെ എന്താ സുഖമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. പിന്നെ ഫീനോട്ടിപ്പിക് റേഷ്യോ അവർ തന്നിട്ടുണ്ട്. റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾ യെല്ലോ, റിങ്കിൾ ഗ്രീൻ 9:3:3:1. നമ്മൾ മോണോ ഹൈബ്രിഡിന്റെ 2 റേഷ്യോ പഠിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഫീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരുന്നു മോണോ ഹൈബ്രിഡിലെ? ഫീനോട്ടിപ്പിക് ക്യാരക്ടറിന്റെ റേഷ്യോ 3:1 അല്ലേ? കറക്റ്റ്, 3:1 ആണ് ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ. ജീനോട്ടിപ്പിക് റേഷ്യോയോ? അത് 2 അല്ലേ ഉള്ളൂ. 1:1. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? അതിനകത്ത് അലീൽസിനനുസരിച്ച് ഹെട്രോസൈഗസ് ഡോമിനന്റ്, ഹോമോസൈഗസ് ഡോമിനന്റ് അതൊക്കെ വെച്ച് നമ്മൾ ഒരു റേഷ്യോ പറയുമായിരുന്നല്ലോ. 1:2:1 ആണോ? കറക്റ്റ്, 1:2:1 ആണ് ജീനോട്ടിപ്പിക് റേഷ്യോ. കാരണം എന്താ, അവിടെ ഒരു ഹോമോസൈഗസ് ഡോമിനന്റ് ഉണ്ട്, 2 ഹെട്രോസൈഗസ് ഡോമിനന്റ് ഉണ്ട്, ആൻഡ് ഒരു ഹോമോസൈഗസ് റിസീവ് ഉണ്ട്. നമ്മൾ പറഞ്ഞ 3:1 ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് അതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ. ആൻഡ് ഡൈഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് എന്താ, നമുക്ക് അതിനകത്ത് ഒരു റേഷ്യോ മാത്രമേ പഠിക്കാനുള്ളൂ, ഫീനോട്ടിപ്പിക് റേഷ്യോ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് കാണാണ്ട് പഠിക്കാം. 9:3:3:1. അപ്പൊ ഡൈഹൈബ്രിഡ് ക്രോസ് ചോദിച്ചാൽ ഫീനോട്ടിപ്പിക് റേഷ്യോ മാത്രമേ പഠിക്കാനുള്ളൂ, 9:3:3:1. അത് നന്നായിട്ട് ഓർത്ത് വെക്കണേ. കാരണം അതെന്താ എപ്പോഴും ചോദിക്കുന്ന, എന്തെങ്കിലും കോഡൊക്കെ വെച്ചോ എങ്ങനെയും ഓർത്ത് വെക്കുക. കാരണം എന്താ 3:3 9 ആണ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 9:3:3:1. പിന്നെ ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇതിനകത്ത് കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജീനോടൈപ്പ് വരുന്നുണ്ട് അല്ലെ. ഒരെണ്ണം ക്യാപിറ്റൽ ആണെങ്കിൽ ഒരെണ്ണം സ്മോൾ ലെറ്റർ വരുന്നുണ്ടാവും. അങ്ങനെയൊക്കെ കുറെ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്കത് കാണാണ്ട് പഠിക്കാൻ പറയുന്നത്. അത് ഒത്തിരി വലിയ നമ്പർ, ഇങ്ങനെ 1:2 അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നീണ്ട നമ്പർ ആയിട്ടായിരിക്കും അത് പോകുന്നത്. സോ ഫീനോട്ടിപ്പിക് റേഷ്യോ മാത്രമേ ഉള്ളൂ, അത് കാണാണ്ട് നന്നായിട്ട് പഠിക്കും. അടുത്തതായിട്ടുള്ളതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. സോ ഇതെന്താ, ഈ ലോ മാത്രം ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലോ കണ്ടുപിടിച്ചത് ഡൈഹൈബ്രിഡ് ക്രോസിൽ നടത്തിയ സ്റ്റഡീസിൽ നിന്നാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് ഇതിനകത്ത് പഠിക്കാൻ വന്നത്. സോ ഈ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോൾ നമ്മൾ എന്താ 4 ക്യാരക്ടേഴ്സ് 4 ഫീനോടൈപ്പ് അല്ലേ എടുത്തത്. ഏതൊക്കെയായിരുന്നു? ഇപ്പൊ നമ്മൾ എടുത്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? റൗണ്ട് ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു, റിങ്കിൾഡ് ഉണ്ടായിരുന്നു, ഗ്രീനും ഉണ്ടായിരുന്നു. ഈ 4 ക്യാരക്ടേഴ്സ് ആയിരുന്നു നമ്മൾ എടുത്തത്. അതെങ്ങനെയാ, അതൊരു പേരൻസിൽ ഒരു പേരായിട്ട് എടുത്തത്. റൗണ്ട് യെല്ലോ ഒരു പേരായിരുന്നു, ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ ഒരു പേരായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു, അതിനകത്ത് F2 ജനറേഷൻ വന്ന സമയത്ത് നമുക്ക് കിട്ടിയ ക്യാരക്ടേഴ്സിനകത്ത് എന്താ, ഇതെല്ലാം ഈ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്, പക്ഷെ അതിന്റെ പേരൊക്കെ വ്യത്യാസമായിട്ടാണ് വന്നത്. റൗണ്ട് യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ റിങ്കിൾഡ് യെല്ലോ ഉണ്ട്, റൗണ്ട് ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ റിങ്കിൾഡ് ഗ്രീനും ഉണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ പെയർ ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോ പെയർ ഓഫ് ട്രേറ്റ്സും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, അതായത് സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരു അലീലിൽ എപ്പോഴും എന്തുണ്ടാവും, ഒരു അലീലിൽ 2
സോറി, ഒരു ജീനിൽ എപ്പോഴും എന്തുണ്ടാവും, ഒരു ജീനിൽ എപ്പോഴും 2 അലീൽ ഉണ്ടാവും അല്ലെ. സോ ഒരു ജീനിൽ 2 അലീൽ ഉണ്ടാവും. അത് ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഓരോന്നും എന്താ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അടുത്ത ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഗ്യാമേറ്റിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു ക്യാരക്ടറിന്റെ 2 അലീലാണെന്ന് വിചാരിച്ചു. ഇതിപ്പം റൗണ്ട്നെസ് നമുക്ക് ഫിഗർ സോ ഈ റൗണ്ട്നെസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിൽ നിന്ന് 6ന്റെ ക്യാപിറ്റൽ വന്നാൽ ഇത് അടുത്ത സൈഡിൽ നിന്നുള്ള അലീലിന്റെയും ഏതെങ്കിലും ഒരെണ്ണം വരണം. അല്ലാതെ ഇവിടെ റൗണ്ട് വന്നു അതുകൊണ്ട് യെല്ലോ അടുത്ത ഫീനോടൈപ്പിന്റെ വരില്ല, അങ്ങനെയൊന്നുമില്ല. രണ്ടും ഈ റൗണ്ട് എന്ന് പറയുന്ന ക്യാരക്ടർ വേറെയാ, അതുപോലെ തന്നെ യെല്ലോ എന്ന് പറയുന്നത് എന്താ വേറൊരു ക്യാരക്ടർ, 2 ക്യാരക്ടേഴ്സാ. അതുകൊണ്ട് തന്നെ ഇതിന് തമ്മിലുള്ള സെഗ്രിഗേഷന്റെ സമയത്ത് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റൽ ആർ ആണെങ്കിലും സ്മോൾ ആർ ആണെങ്കിലും എന്താ അടുത്തുള്ള ഏതെങ്കിലും ഒരു വൈ അതിന്റെ കൂടെ വന്നിരിക്കും. സോ നമ്മൾ ഈ സെക്കൻഡ് F2 ജനറേഷൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ. സോ ക്യാപിറ്റൽ ആർ ആണെങ്കിൽ എന്താ ഒന്നല്ലെങ്കിൽ വൈ ക്യാപിറ്റൽ വൈ വരാം, അല്ലെങ്കിൽ സ്മോൾ വൈ വരാം. അതുപോലെ തന്നെ സ്മോൾ ആർ ആണെങ്കിലും എന്താ ക്യാപിറ്റൽ വൈയോ സ്മോൾ വൈയോ വരാം. അല്ലാതെ അവർ തമ്മിൽ എന്താ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. സോ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ എന്താ പറയുന്നത്? ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ട് വരാനായിട്ടുള്ള കാരണം. സോ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ട് ആട്ടോ. 9:3:3 നമ്മളിപ്പോ പറഞ്ഞു കാണുന്നുണ്ട്. റൗണ്ട് യെല്ലോ, റൗണ്ട് ഈ റിങ്കിൾഡ് യെല്ലോ, റൗണ്ട് ഗ്രീൻ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ. ഇതൊന്ന് ഈ ഒരു ലൈൻ ഒന്ന് കാണാണ്ട് പഠിക്കണം കേട്ടോ. ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ട്. So Mendel proposed a second set of generalizations that we call the Mendel's law of independent assortment. ഇതാണ് തേർഡ് ലോ, മെന്റലിന്റെ തേർഡ് ലോ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പിന്നെ ഈ ലോ പറയുന്നത് എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്. The law states that when 2 pairs of traits are combined in a hybrid, segregation of one pair of character is independent of the other pair of character. So ഇതെന്നാൽ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. The pair of traits segregate independently of another pair during gamete formation. ഈ ടെസ്റ്റിൽ കുറച്ച് എന്താ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി. പെയർ ഓഫ് ട്രേറ്റ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ. ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഓരോ ട്രേറ്റ്സും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ അത്? ഓക്കെ. സോ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ നേരത്തെ ഡയഗ്രത്തിന്റെ കാര്യം തന്നെയാണ്. ഇത് അത്ര കാര്യമായിട്ട് നോക്കണ്ട, ലൈക്ക് ഇത് എക്സ്പ്ലനേഷൻ നോക്കണ്ട, നമുക്ക് ഡയഗ്രാം കാണാണ്ട് പഠിക്കണം. ഇത് കാണാണ്ട് എഴുതാനായിട്ട് പഠിച്ചാൽ മതി. പിന്നെ ലോ എന്താണെന്നും ഡെഫിനേഷനും പഠിക്കണം, അതിന്റെ റിസൾട്ടും വേണം പഠിക്കാൻ. ഇത് ജസ്റ്റ് അതിന്റെ ഓരോ പ്രപ്പോർഷന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇപ്പം RR Y Y എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിൽ നിന്ന് ഈ ആദ്യത്തെ ജീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ അതിൽ നിന്ന് ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ സ്മോൾ ആർ വരാനുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും അത് നമ്മുടെ അടുത്ത ജീനിൽ ഉണ്ടാകും. അതിനുള്ള ചാൻസ് എത്രയാ? 50%. ഹാഫ് ജീൻ തന്നെ, ഹാഫ് ചാൻസ് തന്നെ. നമ്മൾ നേരത്തെ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മള് ഹ്യൂമൻസിലെ സെക്സ് ഡിറ്റർമിനേഷന്റെ സമയത്ത് XY ക്രോമസോം അതിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം പറയാം, 50% ചാൻസ് ആണ് മെയിൽ ആവാനും ഫീമെയിൽ ആവാനും ഉള്ളത്. അതേ കാര്യം തന്നെ ഇവിടെ എന്താ, ഇവിടെ രണ്ട് ജീൻസ് ഉണ്ട്, 2 ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന ജീനിന്റെ അലീൽസിനകത്ത് ഏത് വരണം തീരുമാനിക്കുന്നത് എന്താ? സെയിം പെർസെന്റേജ് തന്നെ, 50% ചാൻസ്. ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ ആവാം അല്ലെങ്കിൽ സ്മോൾ ആർ ആവാം. സെയിം അതുപോലെ തന്നെ എന്താ, ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ വൈ ആയിരിക്കാം അല്ലെങ്കിൽ സ്മോൾ വൈ ആയിരിക്കാം. സോ ഗ്യാമേറ്റിനകത്ത് ഏത് ജീൻ വരണമെന്നുള്ള ചാൻസ് ആണ് ഹാഫ് ചാൻസ് തന്നെ, 50-50 ചാൻസ് ആണ് ഉള്ളത്. സോ ഇങ്ങനെ 4 എണ്ണം മിക്സ് ആയി വരുന്നതുകൊണ്ടാണ് നമുക്ക് 4 ഗ്യാമീറ്റ്സ് വരുന്നത്. F2 ജനറേഷനിലെ ഗ്യാമീറ്റ്സ് നമ്മൾ പറഞ്ഞല്ലേ, അതാണ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ,
സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ ആർ സ്മോൾ വൈ. ഇതായിരുന്നു നമ്മുടെ F2 ജനറേഷനിലെ 4 ഗ്യാമേറ്റ്സ്. ഈ ഗ്യാമേറ്റ്സ് മാത്രം കാണേണ്ട പഠിച്ചാൽ മതി, നമുക്ക് ഈ ഫുൾ സ്ക്വയർ എഴുതാൻ പറ്റും. സോ അത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നന്നായിട്ട് പഠിക്കണം. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ ആർ സ്മോൾ വൈ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഗ്യാമേറ്റ്സിന്റെ ഫ്രീക്വൻസി, അതായത് മൊത്തം ഇപ്പൊ 4 ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിൽ ഒരെണ്ണം ഇതായിരിക്കും, അതായത് ക്യാപിറ്റൽ വൈ ആയിരിക്കും, ഒരെണ്ണം ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആയിരിക്കും, ഒരെണ്ണം സ്മോൾ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ വൈ ആയിരിക്കും, അതിൽ ഒരെണ്ണം സ്മോൾ ആർ സ്മോൾ വൈ ആയിരിക്കും. അതായത് 1/4 ഓഫ് ദ ടോട്ടൽ ഗ്യാമേറ്റ്സ്. അതിൽ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതായിരിക്കും ഇതിന്റെ ചാൻസ് വരിക. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പെർസെന്റേജ് ആക്കി പറയുന്ന സമയത്ത് 25%, അതായത് 100 ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് അതില് 25% എന്തായിരിക്കും, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ആയിരിക്കും, ബാക്കി 25% സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആയിരിക്കും, അടുത്ത 25% ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആയിരിക്കും, അതിന് അടുത്ത 25 ഇങ്ങനെ ആയിരിക്കും, സ്മോൾ ആർ സ്മോൾ വൈ ആയിരിക്കും. അത് വലിയ കാര്യമായിട്ട് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ എത്രയാ അതിന്റെ ഫ്രീക്വൻസി എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞെന്താ, ഈ 16 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ എത്രയാ, 9 + 3, 9 + 3 എത്രയാ, 12, 12 + 3 15 and 15 + 1. സോ അങ്ങനെയാണ് ഈ 16 എണ്ണത്തിന്റെ റേഷ്യോ, അതായത് 16 എണ്ണം നമുക്ക് റിസൾട്ടിൽ കിട്ടും. അതിന്റെ റേഷ്യോ ആണ് നമുക്ക് 9:3:3:1 വരുന്നത്. അതായത് 16 പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ 9 എണ്ണം റൗണ്ട് യെല്ലോ ആയിരിക്കും, അതില് 3 എണ്ണം റൗണ്ട് ഗ്രീൻ ആയിരിക്കും, 3 റിങ്കിൾഡ് യെല്ലോ ആയിരിക്കും, അതിന്റെ ഒരെണ്ണം റിങ്കിൾഡ് ഗ്രീൻ ആയിരിക്കും. ഇനി ഇൻ കേസ് ഇപ്പം ഇരട്ടി, അതായത് ഇപ്പം 32 പ്ലാന്റ്സിന് നമുക്ക് മൊത്തം കിട്ടുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ റേഷ്യോ വരുന്നത്? എത്രയായിരിക്കും റൗണ്ട് യെല്ലോ വരുന്നത്? 16 × 2 അല്ലെ 32. അപ്പൊ 9 × 2 18 എണ്ണായിരിക്കും റൗണ്ട് യെല്ലോ വരുന്നത്. ആൻഡ് 3 × 2 അതായിരിക്കും റൗണ്ട് ഗ്രീൻ, ആൻഡ് 3 × 2 റിങ്കിൾഡ് 6 റിങ്കിൾഡ് യെല്ലോ ആയിരിക്കും. അതുപോലെ തന്നെ 2 എണ്ണം എന്തായിരിക്കും, റിങ്കിൾഡ് ഗ്രീനും ആയിരിക്കും. സോ 16 എണ്ണത്തിന്റെ വെച്ചാണ് നമ്മൾ ഈ റിസൾട്ട് പറയുന്നത്, 9:3:3:1 എന്നുള്ള റേഷ്യോ. ഓക്കെ ആണോ ഇത്? ഓക്കെ. സോ നമ്മൾ 3 ലോയും പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഇതിന്റെ ഈ ബയോളജിയുടെ ഞാൻ ഒരു ഗൈഡ് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റിൽ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിനേക്കാളും നമുക്ക് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇന്നെടുത്ത എത്രയും ക്ലിയർ ആണോ? ഓക്കെ. ബ്ലഡ് ഗ്രൂപ്പിന്റെ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അപ്പൊ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അന്നേരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഓരോ ബ്ലഡ് ഗ്രൂപ്പിന്റെയും ഏതൊക്കെ ജീനോടൈപ്പ് വരാന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അതായത് A ഗ്രൂപ്പ് ആണെങ്കിൽ ഏതൊക്കെ വരാം, അല്ലെങ്കിൽ B ഗ്രൂപ്പ് ആണെങ്കിൽ ഏതൊക്കെ വരാന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത് കൊണ്ട് നിർത്താവേ, ബാക്കി അടുത്ത ദിവസം നോക്കാം. നമുക്ക് അടുത്ത ദിവസം തൊട്ട് ഒരു പരിപാടി ചെയ്താൽ ഒരു 10 മിനിറ്റ് വീതം നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ ഏതിന്റെങ്കിലും റിവിഷൻ പോലെ നോക്കി പോയാലോ? ഇപ്പം ഒത്തിരി ഒന്നുമില്ല, ഇപ്പൊ ഓരോ ടോപ്പിക്ക് വീതം നോക്കി പോയാലോ?